നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ അധ്യക്ഷർ ചുമതലയേറ്റിട്ട് ഒരു മാസം പിന്നിട്ടു. പുതിയ കാഴ്ചപ്പാടുകളും വികസന സ്വപ്നങ്ങളുമൊക്കെയായി അതാത് സ്ഥാപനങ്ങളെ നയിക്കുകയാണവർ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭാ അധ്യക്ഷ ശ്രീമതി ഹണി പീതാംബരനാണ്. സ്വാഗതം TCVയുടെ ഈ പരിപാടിയിലേക്ക്. പുതിയ ഒരു മാസം പിന്നിട്ടു ചെയർപേഴ്സണായി ചുമതലയേറ്റിട്ട്. കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നു. എന്തൊക്കെയാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്? സാംസ്കാരികപരമായിട്ടും ചരിത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നഗരമാണ്. എന്തൊക്കെയാണ് മനസ്സിലുള്ള വികസന കാഴ്ചപ്പാടുകൾ? തീർച്ചയായിട്ടും നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭ ഈ കാലഘട്ടത്തിൽ LDF ഭരണം തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ചരിത്രമുറങ്ങുന്ന ഒരു നഗരമാണ് കൊടുങ്ങല്ലൂർ നഗരം. ആ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ ഇത്രയും കാലം തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ തുടർ ഭരണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊടുങ്ങല്ലൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ 13-ാം തീയതിയാണ് വികസന സെമിനാർ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒരു 10 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാർക്ക് അടിസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ വേണ്ടത് വീട് എന്ന സ്വപ്നമാണ്. ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് 1700-ൽ പരം വീടുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും അതിൽ കുറച്ച് വീടുകളും കൂടി പണി പൂർത്തീകരിക്കാനുണ്ട്. ആ വീടുകളും കൂടി പൂർത്തീകരിക്കണം എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വീടും സ്ഥലവുമില്ലാത്ത ആളുകളുടെ അവരെയും നമ്മൾക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ അതിന് ഒരു 500-ൽ പരം വീടുകൾ ഇല്ലാത്തവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് പ്രയോറിറ്റി നൽകിക്കൊണ്ട് തന്നെ വീടും സ്ഥലവും ഇല്ലാത്തവരെ ആ വീടും സ്ഥലവും കണ്ടെത്തിക്കൊണ്ട് അവരെയും ആ പുതിയ മേഖലയ്ക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനമാണ് ആദ്യത്തേത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനവും ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ലിസ്റ്റിലുള്ള 12 പേർക്ക് കൃത്യമായിട്ട് അവർക്ക് കുറച്ച് പേർക്ക് വീടില്ലാത്തവരുണ്ട്. ബാക്കി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള വ്യത്യാസമാണ് ഉള്ളത്. അത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഈ 6 പേർക്കാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്താക്കുന്നതിൽ വീടില്ലാത്തവർ. അത് ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു പഴയ ഒരു ഫ്ലാറ്റ്, നിലവിൽ പുതിയ ഫ്ലാറ്റ് 12 കുടുംബങ്ങൾക്ക് MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്ത് അവിടെ ചേരിയിൽ താമസിച്ചവരെ താമസിപ്പിച്ചിട്ടുണ്ട്. ആദ്യം അവർ താമസിച്ചിരുന്ന ആ ഫ്ലാറ്റ് ഇന്ന് അതിദരിദ്രർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കാണ്. അതിൽ ചെറിയ കേടുപാടുകളുണ്ട്. അതൊക്കെ മാറ്റി ഈ ഏതാനും 1-2 മാസത്തിനുള്ളിൽ തന്നെ അവരെ പുനരധിവസിപ്പിച്ച് ആ 6 പേർക്കും കൂടി അതിൽ താമസിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം ആദ്യപടി എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞു. ഈ റോഡ് വികസനം അടക്കമുള്ള നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏതൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത്? എന്തൊക്കെ പദ്ധതികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്? റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സർവേ റോഡുകളൊക്കെ തന്നെ ചെയ്യാനുള്ളൊരു നടപടി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ പണികൾ ഏകദേശം എല്ലാ പണികളിലേക്കും തുടങ്ങിയിട്ടുണ്ട്. വാർഡുകളിൽ നമ്മളതിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ പുതിയ ഫണ്ട് വെക്കാറായിട്ടില്ല. അത് നമ്മൾ പദ്ധതിയിൽ വരുന്നതിനനുസരിച്ചിട്ട് ഓരോ വാർഡിലും അതിൽ രാഷ്ട്രീയ ഭേദമൊന്നുമില്ല, എല്ലാവർക്കും തുല്യതായിട്ട് തന്നെ വാർഡ് വികസനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫണ്ട് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. കൊടുങ്ങല്ലൂർ ഒരുപാട് തീരദേശ മേഖലകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. തീരദേശത്തെ സംബന്ധിച്ച് കുടിവെള്ളം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്, കടലാക്രമണ ഭീഷണികളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഏത് രീതിയിലുള്ള പദ്ധതികളാണ് മുന്നിലുള്ളത്? ഇവിടെ കുടിവെള്ളത്തിന് നല്ല ക്ഷാമമുള്ളൊരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. മറ്റേ കടലാക്രമണം അത്രയുമായിട്ട് നമ്മൾക്ക് വരുന്ന ഒരു പ്രദേശമല്ല, പക്ഷേ കുടിവെള്ള ക്ഷാമം വളരെയധികം നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ, അതായത് നമ്മുടെ പൊതുക്കിണറുകളും കുളങ്ങളുമൊക്കെ ഉണ്ട്, അത് സംരക്ഷിച്ച് അതിൽ നിന്ന് കുറച്ച് മേഖലകൾക്കുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ആവിഷ്കരിച്ച് കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് തീരുമാനമുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ഒരു
രണ്ട് സ്ഥലത്ത് പടന്ന സ്ഥലത്തും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ കണക്കങ്കടവ് വാർഡിലും ഇതേപോലെയുള്ള പദ്ധതി നേരത്തെ തന്നെ ചെറിയൊരു 100-200 കുടുംബങ്ങൾക്ക് തുരുത്ത് പ്രദേശം എന്ന് പറയുന്നത് പുല്ലൂറ്റ് മേഖലയിൽ തുരുത്ത് പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണെങ്കിൽ കിണർ കുഴിക്കാൻ സാധിക്കില്ല, കാരണം ഉപ്പ് ചുറ്റും വെള്ളമായതുകൊണ്ട് ഉപ്പ് നേരിടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുങ്ങല്ലൂർ നഗരസഭയും മറ്റേ ലോട്ടറി ക്ലബും കൂടി റോട്ടറി ക്ലബിൻ്റെയും സഹായത്താൽ ഒരു ചെറിയ കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് അതിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് ആ പ്രദേശത്തെ താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പടന്നയിലും നഗരസഭയും ഈ റോട്ടറി ക്ലബിൻ്റെ ഭാഗമായിട്ട് അവരും കൂടി സംയോജിച്ച് ഒരു വാട്ടർ ടാങ്ക് ചെറിയ പദ്ധതി എന്നുള്ളൊരു 200-250 പേർക്ക് സഹായിക്കുന്ന രീതിയിൽ ചെയ്തു പോന്നിട്ടുണ്ട്. ആ തുടർ പ്രക്രിയ എന്ന രീതിയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുറച്ച് അത്യാവശ്യം കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ നിന്നും ഇതേപോലെ സംരക്ഷിച്ച് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ചെറിയ പ്രദേശങ്ങളിലേക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഈ പ്രാവശ്യത്തെ കേരള ബഡ്ജറ്റിൽ 75 കോടി രൂപ കുടിവെള്ള പദ്ധതിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മോണിറ്ററിങ് നൽകിക്കൊണ്ട് തന്നെ അത് ഒരു ടാങ്ക് പുല്ലൂറ്റ് മേഖലയിൽ ഒരു ടാങ്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു പുതിയ ടാങ്ക് സ്ഥാപിക്കുകയും പഴയ നിലവിൽ 35 വർഷത്തോളം ഉള്ള പൈപ്പുകളാണ്, ആ പൈപ്പുകൾ മാറ്റി പുതിയ ടാങ്ക് സ്ഥാപിച്ച് കുടിവെള്ള പദ്ധതിക്ക് ഉള്ള ഒരു എസ്റ്റിമേറ്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വിദ്യാഭ്യാസ രംഗത്ത് നഗരസഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പശ്ചാത്തല സൗകര്യ വികസനം ഉൾപ്പെടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നില്ല. അവരിപ്പോൾ ലഹരിയുടെ പിടിയിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ പോകുന്ന ഒരു സമയമാണ്. അവരതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ നഗരസഭയ്ക്ക് എത്രത്തോളം പങ്കുവഹിക്കാനുണ്ട്? നഗരസഭ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും നന്നായിട്ട് തന്നെ അവർക്ക് അവിടെ ധാരാളം ഫണ്ടുകൾ വെച്ചും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഓരോ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ നഗരസഭയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തു പോന്നിട്ടുള്ളത്. അത് തുടർന്നും ചെയ്തു പോകുന്നുണ്ട്. ഇതുപോലെ ലഹരി വിരുദ്ധമായിട്ട് നമുക്കറിയാം കുട്ടികൾ ഇന്ന് അതിൻ്റെ അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നതിന് ഭാഗമായിട്ട് തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും കൃത്യമായിട്ട് അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നഗരസഭയുടെ കീഴിൽ നടക്കുന്നുണ്ട്. അത് തുടർന്നും ഇതേപോലെ ക്ലാസ്സുകൾ നടത്താനും അതിന് പോലീസിൻ്റെ ജനമൈത്രി പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വനിതാ ശാക്തീകരണ രംഗത്ത് ഒരുപാട് കൊടുങ്ങല്ലൂർ നഗരസഭ മുന്നേറിയിട്ടുണ്ട്. ഇപ്പോൾ ചെയർപേഴ്സൺ തന്നെ ഈ കസേരയിലേക്ക് എത്തിയത് അത്തരം ശാക്തീകരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. ആ ദിശയിൽ ഏത് രീതിയിലാണ് മുന്നേറ്റം? വനിതാ ശാക്തീകരണ എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുടുംബ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പൊതുസമൂഹം നമ്മളെ കാണുന്നതും അതേപോലെ തന്നെയാണ്. അപ്പോൾ നഗരത്തിൽ അതുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭ പ്രത്യേകിച്ച് അവരെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് തന്നെ പൊതുരംഗത്തേക്ക് വരാനായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ട് നഗരസഭ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കായിക രംഗത്തും നമ്മുടെ യുവാക്കൾ ഒരുപാട് അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്. കായിക രംഗത്ത് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കായിക രംഗത്ത് നമ്മൾ സ്പോർട്സ് എല്ലാ ക്ലബ്ബുകളെയും യോജിപ്പിച്ചുകൊണ്ട് അവരെ ഫുട്ബോൾ ടീമായാലും ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഫണ്ടും മാറ്റി വെച്ചിട്ട് ഓരോ ക്ലബ്ബുകൾക്കും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ രംഗത്തേക്കൊക്കെ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചില കളിസ്ഥലങ്ങൾ കണ്ടെത്താനുള്ള തീരുമാനം, ആ കളിസ്ഥലങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും കളിസ്ഥലം പുതിയതായിട്ട് രൂപീകരിച്ച് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ചൊരു രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ നഗരസഭ BJPയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭ തന്നെയാണ്. പക്ഷേ ഇത്തവണയും LDFന് ഭരണം നിലനിർത്താനായിട്ടുണ്ട്. ശക്തമായൊരു പ്രതിപക്ഷമുണ്ട്. ഈ പ്രതിപക്ഷത്തെ ഏത് രീതിയിലൊക്കെ കൈകാര്യം ചെയ്താണ് ചെയർപേഴ്സൺ മുന്നോട്ട് പോകുന്നത്? നഗരസഭയെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്നുള്ള ഒന്നില്ല, അതില്ല. നമ്മൾ കൗൺസിൽ ഏകകണ്ഠമായി തന്നെ ഒരേപോലെ പോകുന്നതാണ്. പിന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ടൈമിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സീറ്റിൽ 21 സീറ്റായിരുന്നു അവരുണ്ടായിരുന്നത്. 22 സീറ്റാണ് LDFന് ഉണ്ടായിരുന്നത്. അതിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം വളരെയധികം ഡിമ്മായതാണ് BJP
എന്നുള്ള പ്രതിപക്ഷത്തേക്ക് എത്താൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം അതിന് വിപുലമായിട്ട് തന്നെ LDFിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെ 46 വാർഡാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത്. അന്ന് 44 ഇന്ന് 46 വാർഡുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിക്കുന്നത് കൊടുങ്ങല്ലൂർ എന്നും ചുവന്ന കൊടി വാഴ്ത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ആ ഒരു കാഴ്ചപ്പാട്. കാരണം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, നമുക്കറിയാം നഗരസഭാ പ്രദേശം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഒരു പ്രദേശമാണ്. വളരെയധികം താഴ്ന്ന ജനവിഭാഗം, പാവപ്പെട്ടവരും താമസിക്കുന്ന ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തെ ഇന്ന് കാണുന്ന മേഖലയിലേക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് LDF സർക്കാർ തരാണ്. ഒപ്പം കൂടെ നിൽക്കുന്ന സർക്കാരാണ്. അതോടൊപ്പം തന്നെ നഗരസഭയായും അവരോട് ഒപ്പം തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നഗരസഭ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർച്ചയായിട്ടും LDFനെ സ്വീകരിച്ചു. പിന്നെ ഞങ്ങൾ കൗൺസിൽ അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും ഒരുമിപ്പിച്ച് തന്നെ യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് പുതിയ ഭരണസമിതി എന്നുള്ള രീതിയിൽ, ചെയർപേഴ്സൺ എന്ന രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിന് നഗരത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ അതിൽ കക്ഷിരാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷേ എന്നിലും നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജനങ്ങളുടെ വികസനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ്. അതായത് എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളും ഉൾക്കൊണ്ടും നിർദ്ദേശങ്ങളും സ്വീകരിച്ചും എല്ലാവരെയും നല്ല നല്ല അഭിപ്രായങ്ങൾ സ്വീകരിച്ചും അങ്ങനെ ഒരു നല്ല ഭരണം മുന്നോട്ട് പോകാനാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തൊക്കെ ഇപ്പോൾ വാർഡ് സഭകളിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? വാർഡ് സഭ ഇപ്പോൾ ആരംഭിച്ചു. വാർഡ് സഭയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വയോജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിലവിൽ 2 പകൽ വീടുകളുണ്ട്. ആ പകൽ വീടുകൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ട് കൊണ്ടുപോകാനുള്ളൊരു നടപടി സ്വീകരിക്കുന്നത്. അതിന് ഫണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്ക് ഉല്ലാസയാത്രകൾ, അതേപോലെ അവരുടെ കായിക ക്ഷമതയൊക്കെ നിലനിർത്തിക്കൊണ്ട് കായിക ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും അതേപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്ന, കാരണം നമുക്കറിയാം ഇന്ന് നമ്മൾ വളരെ തിരക്കുള്ള കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ചെറിയ കുട്ടികളെ സംരക്ഷിക്കാനും അവരെ എവിടെയെങ്കിലും ഏൽപ്പിച്ചു പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് പല സ്ത്രീകളും ഇന്ന് ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കെയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളുടേത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡേ കെയർ യൂണിറ്റ്, ഈ ഡേ കെയർ സെൻറ്റർ ആരംഭിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കുടുംബശ്രീ നമ്മളുടെ വാർഡ് സഭകളിൽ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖല സംരക്ഷിച്ച് തൊഴിൽ മേഖലകൾ കൂടുതൽ സജീവമാക്കാനായിട്ട് കാർഷിക മേഖലയിൽ അതിൽ നിന്ന് വരുന്നുണ്ട്. കാർഷിക മേഖല തൊഴിൽ മേഖലയിലേക്ക് മാറ്റാൻ, അതേപോലെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തയിലേക്ക് സ്ത്രീകളെ നയിക്കുന്നതിനും, അതുപോലെ തന്നെ യുവാക്കളെ ആയാലും നമ്മളുടെ ക്ഷീര പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായ പാലും മുട്ടയും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ആ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ വെക്കുകയും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പുൽകൃഷി, അതായത് നമുക്കറിയാം ഇന്ന് ക്ഷീരസംഘം ഏറ്റവും കൂടുതൽ അവർക്ക് മൃഗസംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർ പറയുന്നത് അവരുടെ തീറ്റയുടെ ചെലവ് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ പുൽകൃഷി നടത്താനുള്ള ഒരു തീരുമാനം, തരിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാനുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. നല്ല നല്ല നിർദ്ദേശങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വികസന പ്രകടന പത്രികയിൽ നമ്മൾ LDF പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളും വാർഡ് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രധാനമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ നഗരസഭയ്ക്ക് ഒരു പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു, ഇനാഗ്രേഷൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്നുള്ളൊരു അത് വാർഡ് സഭയിൽ നിന്നുണ്ട്. ഞങ്ങളുടെ LDFൻ്റെ പ്രകടനപത്രിക നിലവിലുള്ളതാണ്. അതുമായൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
നഗരസഭയുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് വലിയൊരു വികസന പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ പിന്തുണ ആവശ്യമാണ്. അങ്ങനെ ആ രീതിയിൽ പിന്തുണ നേടാൻ ഉള്ള ശ്രമങ്ങൾ എത്രത്തോളം നടത്തുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് MLA ഫണ്ട് നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുള്ള ഒരു നഗരസഭയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. VRS സുനിൽകുമാർ MLAയുടെ ആസ്തി വികസനമായാലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭ ബിൽഡിംഗ് പണിയുന്നത്. അത് 5 നില ബിൽഡിംഗ് ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 6 കോടി കഴിഞ്ഞു. ഇപ്പോൾ 2ാം ഘട്ടവും 6 കോടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഒരു സയൻസ് പാർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ 2ാമത്തെ ഏറ്റവും നല്ലൊരു പാർക്കായിട്ട് അത് മാറും. സയൻസ് പാർക്കിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ ഇനാഗ്രേഷൻ തൊട്ടടുത്ത ദിവസം നടക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, ഞങ്ങൾ കൊടുങ്ങല്ലൂരിലെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി 2015-20 കാലഘട്ടത്തിൽ ആ സമയത്ത് ആണ് ആ ഫണ്ടുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്ന നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല സഹായം ഞങ്ങൾക്കുണ്ട്. അതുപോലെ MP-യുടെയും ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും കൈകടത്തിക്കൊണ്ട് തന്നെയാണ് നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. തിരക്ക് പിടിച്ച ഒരു പൊതുജീവിതമാണ്, ഭരണരംഗമാണ്. ഇതിനിടയിൽ കുടുംബവും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്? കുടുംബം ഇപ്പം നമുക്കറിയാലോ, പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു സമയം വെച്ചിട്ടുള്ളതല്ല. എന്നിരുന്നാലും കുടുംബത്തെ എനിക്ക് ആകെ ഒരു മകളും ഭർത്താവും അടങ്ങുന്നതാണ് കുടുംബം. മോള് വിവാഹം കഴിഞ്ഞു, ടീച്ചറാണ്. ഇപ്പോൾ 2 കുട്ടികളായി. 2ാമത്തെ കുട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയാലും എല്ലാവരുടെയും ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ആയാലും കൂടെയുള്ള കൗൺസിലർമാരെ ആയാലും ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെ ആയാലും പാർട്ടിയുമൊക്കെ ഒരുമിച്ച്, പിന്നെ നമ്മുടെ നാട്ടുകാർ എന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ സമയത്തൊക്കെ നമുക്ക് വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ നന്നായിട്ട് ആ വാർഡിലെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവരുടെ നല്ലൊരു പിന്തുണ എനിക്കുണ്ട്. കാരണം നമ്മളുടെ ആ തിരക്കുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊതുവെ എല്ലാവരുടെയും ഒരു സഹകരണം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും.